ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ 500 രൂപയുടെ ട്രൈപ്പോഡും അതുപോലെ തന്നെ 1500 രൂപയുടെ ട്രൈപ്പോഡും തമ്മിലുള്ള റിവ്യൂ ആണ്. 1500 രൂപയുടെ ട്രൈപ്പോഡ് ഞാനിപ്പോൾ എൻ്റെ ഫോൺ ഘടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ രണ്ട് ട്രൈപ്പോഡ് തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ട്രൈപ്പോഡിന് പൈസയ്ക്ക് വർത്താണോ, അതുപോലെ തന്നെ ഇത്രയും രൂപ ചിലവാക്കിയ ഒരു ട്രൈപ്പോഡ് വാങ്ങിക്കുന്നത് വർത്താണോ എന്നാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടേക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് 500 രൂപ ട്രൈപ്പോഡിനെ കുറിച്ച് പറയാം. ഈ ഒരു ട്രൈപ്പോഡ് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു വർഷത്തിൽ കൂടുതലായെങ്കിലും ഞാൻ ഉപയോഗിച്ചത് ഒരു 6-7 മാസം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഫോൺ ഘടിപ്പിക്കാൻ തന്നെയാണ് മെയിനായിട്ട് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു ട്രൈപ്പോഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 500 പ്ലസ് ടാക്സ്, അതുപോലെ തന്നെ അവരുടെ ഷിപ്പിംഗ് ചാർജൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത്. ഇത് വാങ്ങിച്ച സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ഉപകാരപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ വാങ്ങിച്ച് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഓരോരോ പാർട്സായിട്ട് ഊരി വരെയൊക്കെ ചെയ്യുമെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വെച്ച് ഫുട്ടേജസ് ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല രീതിക്ക് പാൻ ആൻഡ് സൂം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ പാനും അതുപോലെ തന്നെ ടിൽറ്റൊക്കെ ചെയ്യാൻ നമുക്ക് നല്ല രീതിയിൽ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് പോർഷൻ നമുക്കിവിടെ ഉയർത്താമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലോക്കാക്കി വെക്കാനും പറ്റുമായിരുന്നു. എന്നാൽ ഇത് ഒടിഞ്ഞു പോയി. ഇപ്പോൾ വിട്ടാൽ ഇങ്ങനെ താഴെ വന്ന് വീഴും. അതുപോലെ തന്നെ ഇവിടെ ഒരു ലെഗ് ഉണ്ടായിരുന്നു. വരുന്നില്ലല്ലേ? ഇവിടെ ഒരു ലെഗ് ഉണ്ട് കേട്ടോ. ഈ ലെഗിൻ്റെ ഇതേ കണക്കത്തെ ഒരു നോബ് ഒടിഞ്ഞു പോയി. അല്ലെങ്കിൽ ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ചെസ്റ്റ് ലെവലിനോടൊക്കെ എത്തും. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5'7" ആണ്. എൻ്റെ ഒരു ചെസ്റ്റ് ലെവലിൻ്റെ അത്രയ്ക്ക് ഈ ഒരു ട്രൈപ്പോഡ് എത്തും. അത്യാവശ്യം ഇരുന്നൊക്കെയുള്ള ഷോട്ട് എടുക്കുകയാണെങ്കിൽ, നമുക്കൊരു മേശപ്പുറത്തൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ നിന്നുള്ള ഷോട്ടും എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇരുന്നൊക്കെയാണ് നമ്മൾ ഷോട്ട് എടുക്കുന്നതെങ്കിൽ മാക്സിമം ഹൈറ്റൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാലും പ്രശ്നം എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ ഈ ഒരു നോവ് പിടിച്ച് നമ്മൾ തിരിച്ച് പൊക്കേണ്ടതുണ്ട്. എന്നാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ കട്ടിയൊന്നുമില്ല. നമ്മളിപ്പോൾ ഫോൺ ഉപയോഗിക്കാനാണെങ്കിൽ ഓക്കെയാണ്, എന്നാലും നമ്മൾ DSLR ഉപയോഗിക്കാൻ ഒക്കെ ആണെങ്കിൽ പറ്റത്തില്ല. ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 5 കിലോ വരെ ഇത് താങ്ങുമെന്നാണ്. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് 5 കിലോ താങ്ങുമെന്നും, അതുപോലെ തന്നെ 1500 രൂപയുടെ ട്രൈപ്പോഡിൽ 3.5 കിലോ താങ്ങുമെന്നാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ രണ്ടിൻ്റെ ഡിഫറൻസ് പറഞ്ഞുതരാം. ഇതിൽ 5 കിലോ തട്ടിമുട്ടിയും താങ്ങും. അതായത് ഇത് താങ്ങിക്കൊണ്ട് 5 കിലോ താങ്ങിക്കൊണ്ട് ഒന്ന് ശരാശരി എണീച്ച് നിൽക്കും. ഇപ്പോൾ വെയിറ്റ് ലിഫ്റ്റേഴ്സൊക്കെ 300 കിലോ ഒക്കെ പതിയെ എടുത്ത് പൊക്കുമല്ല, അതേപോലെയാണ് ഇത് 5 കിലോ എടുത്ത് പൊക്കുന്നത്. അതുപോലെ തന്നെ ഒരു വെയിറ്റ് ലിഫ്റ്റേഴ്സൊക്കെ 10-50 കിലോ എടുത്ത് പൊക്കുന്ന കണക്കാണ് ഈ ഒരു വലിയ ട്രൈപ്പോഡ് ഞാൻ എൻ്റെ ഫോൺ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ടിൽ. അത് 3.5 കിലോയൊക്കെ എടുത്ത് പൊക്കുന്നത്. അതാണ് ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊരു ക്യാമറയൊക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഇത് പൊട്ടിപ്പോകും കേട്ടോ. നമുക്ക് കൂടുതൽ ഉപയോഗിക്കാനൊന്നും സാധിക്കത്തില്ല. അതാണ്ട് ഇവിടെയൊക്കെ ഒടിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് വരത്തില്ല, അത് തീർന്നല്ല, ഒടിഞ്ഞു പോയി. ഈ ഒരു ലെഗ് ഉണ്ട് വളരെ നേർത്ത്, എൻ്റെ ചെറിയ വിരലിൻ്റെ അത്ര പോലും ഇല്ലാത്തൊരു ലെഗ്ഗാണ് ഇതിൻ്റെ ലെഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം നമുക്ക് ഇത് അൺഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. എന്നാലും നമുക്ക് 2 കൂടുതൽ തവണയൊക്കെ അൺഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് താങ്ങത്തില്ല. നമ്മളെ സ്മാർട്ട് ഫോൺ ആയാൽ പോലും താങ്ങാൻ വലിയ പാടായിരിക്കും. അതുപോലെ തന്നെ തുമ്പിയെ കൊണ്ട് കല്ലടിക്കുന്ന കണക്കാണ് ഈ ഒരു ട്രൈപ്പോഡ് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്ത് വീഡിയോ എടുക്കാൻ നമുക്ക് തോന്നുന്നത്. ഇനി നമുക്ക് വലിയ ട്രൈപ്പോഡിനെ കുറിച്ച് പറയാം. വലിയ ട്രൈപ്പോഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് വലിയ ട്രൈപ്പോഡ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹൈറ്റിൻ്റെ അത്ര ഈ ഒരു ട്രൈപ്പോഡിൻ്റെ ഹൈറ്റ് ഉണ്ട്. അതും ഇപ്പോൾ നമ്മളൊരു ഫുൾ ഫ്രെയിം ക്യാമറ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ക്യാമറ വെച്ച് നമ്മളിപ്പോൾ ഒരു ഷൂട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് മാക്സിമം ഹൈറ്റിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു വലിയ ട്രൈപ്പോഡിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രൈപ്പോഡ് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 കിലോഗ്രാമാണ്. ഇപ്പോൾ നമുക്കൊരു ഫോൺ പിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലെഗിൽ പിടിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഷോട്ടൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് വെയിറ്റ് ഉണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ ട്രൈപ്പോഡിൻ്റെ വെയിറ്റും കൂടെ കൂടുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ നടക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഷേക്കൊക്കെ ഇത് അബ്സോർബ് ചെയ്തെടുക്കും. ഇപ്പോൾ ക്യാമറയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ക്യാമറയ്ക്ക് കുറച്ചുകൂടി വെയിറ്റ് ഉണ്ട് സ്മാർട്ട് ഫോണിനെ കാട്ടിയും. അതുകൊണ്ട് തന്നെ വലിയൊരു ട്രൈപ്പോഡ് വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെബിലൈസേഷൻ നമുക്ക് അതിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൈ പിടിച്ചിരുന്നാലും വലിയ രീതിയിലുള്ളൊരു ജെർക്കിനെസ് ഒന്നും ആ ഒരു ഫുട്ടേജ് വരത്തില്ല. ഇപ്പോൾ സ്റ്റെബിലൈസേഷനൊന്നും ഇല്ലാത്തൊരു ക്യാമറ ആണെങ്കിലും ഈ ഒരു ട്രൈപ്പോഡ് ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം സ്റ്റെബിലൈസേഷനൊക്കെ നമുക്ക് അതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഇതൊരു അലൂമിനിയം ഫ്രെയിമാണ്. ഈ ഒരു വലിയ ട്രൈപ്പോഡ് എന്ന് പറയുന്നത് ചെറിയ ട്രൈപ്പോഡും അലൂമിനിയം ഫ്രെയിമാണ്, എന്നാലും അതിന് വലിയ കട്ടിയൊന്നുമില്ല. ഈ ഒരു ട്രൈപ്പോഡിൻ്റെ 2 രീതിയിൽ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും. 2 രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് പിന്നെ നമുക്കൊരു നെക്ക് പോർഷനും കൂടെ ഉണ്ട്. ആ ഒരു നെക്ക് പോർഷനും കൂടെ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരു ഹൈറ്റ് എത്തുന്നത്. അതുപോലെ തന്നെ ഇത് എല്ലാം ഇൻക്രീസ് ചെയ്താലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെബിലിറ്റി കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലെഗിൻ്റെ ഇടയിൽ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹുക്ക് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അത്യാവശ്യം സ്റ്റെബിലിറ്റി കുറവാണെന്ന് തോന്നിയാൽ നമുക്കിതിനകത്ത് വെയിറ്റ് അഴിയാൻ സാധിക്കും.
സാൻഡ് ബാഗ് ഒക്കെ കെട്ടി തൂക്കിയിടാം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി, അതായത് തറയിലോട് ഉറച്ച് നിൽക്കും. വെയിറ്റ് കൂടുമ്പോൾ തറയിലോട് ഉറച്ച് നിൽക്കും ഈ ഒരു ട്രൈപോഡ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും ഈ ഒരു ട്രൈപോഡ് നമുക്ക് ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഈ ഒരു വലിയ ട്രൈപോഡിൻ്റെ പേര് എന്ന് പറയുന്നത് കോഡാക് T210 ആണ്. കോഡാക്കിൻ്റെ ബ്രാൻഡിലുള്ള ട്രൈപോഡാണ്. ഞാനിത് ഉപയോഗിച്ച് 2 ആഴ്ചത്തോളം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം അറിയാം ഈ ഒരു ട്രൈപോഡ് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട്. ഇതൊരു ഫ്ലൂയിഡ് ഹെഡ് ട്രൈപോഡൊന്നുമല്ല, ഒരു സാധാ ഒരു ട്രൈപോഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ട്രൈപോഡ് കോഡാക്കിൻ്റെ T210 എന്ന് പറയുന്ന ട്രൈപോഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ട്രൈപോഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട, അതായത് വലിയ ട്രൈപോഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഫീച്ചറല്ല അതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. ഡ്യൂറബിലിറ്റി നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് ഒരു 2-3 വർഷമൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ DSLR ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്നാലും 1 വർഷമൊക്കെ DSLR ഉപയോഗിച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി അത്യാവശ്യം നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 3.5 കിലോയൊക്കെ ഈസി ആയിട്ട് അത് താങ്ങും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നെങ്കിൽ തോനെ നാൾ നിങ്ങൾക്ക് ഈ ഒരു ട്രൈപോഡ് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ആ ചെറിയ ട്രൈപോഡിൻ്റെ കാര്യം കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതൊരു 6-7 മാസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഓരോരോ സ്ക്രൂസും നട്ടും അതുപോലെ തന്നെ അതിൻ്റെ ലെഗൊക്കെ ബെൻഡായി തുടങ്ങും. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി കുറയും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചത് ഹെഡിൻ്റെ പോർഷനൊക്കെ ലൂസാവും. അതിൻ്റെ ഓരോരോ സ്ക്രൂസും ലൂസാവും. കാരണം എന്ന് പറഞ്ഞാൽ അത് ലോ ഗ്രേഡ് പ്ലാസ്റ്റിക്കിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വലിയ ട്രൈപോഡിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു കേടുപാടൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ചെറിയ ട്രൈപോഡ് കൊണ്ടുള്ള ആകപ്പാടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ബാഗിലിട്ടുകൊണ്ട് വേണമെങ്കിൽ നമുക്കത് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. എന്നാൽ ഇതിൻ്റെ കാര്യം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല വെയിറ്റും, അതായത് 1 കിലോയോളം വെയിറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബാഗിലൊന്നും കൊള്ളാത്തതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഒരു സൈസുള്ള ഒരു ട്രൈപോഡാണ് ഈ ഒരു ട്രൈപോഡ് എന്ന് പറയുന്നത്. അതായത് ഫുള്ളി ഫോൾഡ് ചെയ്താലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്നാലും നമുക്കൊരു ബാഗിലൊന്നും കൊള്ളിക്കാൻ സാധിക്കത്തില്ല. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു ക്യാരി ബാഗ് അവർ തരുന്നുണ്ട്. ക്യാരി ബാഗ് എന്ന് പറയുമ്പോൾ ബാഗാണെന്ന് വിചാരിക്കരുത്, ഒരു സ്ട്രാപ്പുള്ള ജസ്റ്റ് ട്രൈപോഡ് മാത്രം നമുക്ക് തോളി ക്യാരി ഇട്ടുകൊണ്ട് പോകാനുള്ളൊരു ക്യാരി ബാഗാണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാരി ബാഗ് തന്നെയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ ബാഗിലിടാൻ നിങ്ങൾ തോളിൽ തന്നെ തൂക്കിയിട്ടുണ്ട് പോകാനും സാധിക്കും ഈ ഒരു ട്രൈപോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കമ്പാരിസൺ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തിട്ടേക്കുക. ഈ വീഡിയോ മറ്റുള്ളവരേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഇസ്മി അർജുൻ സൈനിങ് ഓഫ്. ബൈ.